തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്തെ വീട്ടിൽ നിന്ന് 40 ഗ്രാം MDMA പിടികൂടി. വലിയതുറ സ്വദേശി സാബു സേവ്യറാണ് കേസിൽ അറസ്റ്റിലായത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ മുകേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. വലിയതുറ എയർപോർട്ടിന്റെ സമീപത്തുള്ള ശ്രീചിത്ര നഗറിൽ നിന്നാണ് ഇപ്പോൾ 40 ഗ്രാം MDMA ഒരു വീട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. വലിയതുറ സ്വദേശിയായിട്ടുള്ള സാബു സേവ്യറിന്റെ വീട്ടിന്റെ അകത്ത് നിന്നാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം ഈ 40 ഗ്രാം MDMA ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ മുൻപ് 12ഓളം കേസുകളിൽ പ്രതിയാണ്. അതിൽ ക്രിമിനൽ കേസുകളും അതുപോലെ MDMA കഞ്ചാവ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൈവശം വച്ചതടക്കമുള്ള കേസുകളുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം എൻഫോഴ്സ്മെന്റ് സാർ മുകേഷ് സാർ ചേരുന്നുണ്ട്. സാർ, ഇത് പ്രതി മുൻപും സമാന കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ? അതെ, ഇദ്ദേഹം സാബു സേവ്യർ എന്നാണ് പേര്. പുള്ളി വലിയൂറ സ്റ്റേഷനിൽ പുള്ളിക്ക് ഒരു മാസത്തിന് മുമ്പ് പുള്ളി വലിയൂറ സ്റ്റേഷനിൽ ഒരു മീഡിയം ക്വാണ്ടിറ്റി MDMA കേസ് എടുത്തിട്ട് പുള്ളി ഇറങ്ങിയതേ ഉള്ളൂ. പുള്ളിക്ക് അല്ലാതെ തന്നെ ഒരു ക്രിമിനൽ കേസ് 10-12 ക്രിമിനൽ കേസുകളുണ്ട്. നമ്മൾ ഇൻഫർമേഷൻ കിട്ടിയാണ് നമ്മൾ വന്ന് പുള്ളിയെ കേസെടുക്കുന്നത്. ഇതിപ്പോ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അളവിലുള്ള MDMA ആണ് പിടിച്ചിരിക്കുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയായിരുന്നു? അതെ, രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയായിരുന്നു. ഈ വീട്ടിൽ വരുമ്പോൾ ഇത് എവിടെയാണ് ഒളിപ്പിച്ചിരുന്നത്? ഇയാളുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഇനി ഇതിലുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇതിപ്പം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അളവായതുകൊണ്ട് ഇത് ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും ഇത് അന്വേഷിക്കുന്നത്. അപ്പം ഇതിന്റെ സോഴ്സ് എന്തായാലും തേടിപ്പോവും. എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ആരെന്നാണ് വാങ്ങിച്ചത്, എവിടെ നിന്നാണ് കിട്ടിയത്, അതിന്റെ അന്വേഷണം ഉണ്ടാവും. തീർച്ചയായിട്ടും മുകളിലോട്ട് എന്തായാലും അന്വേഷണം തേടിപ്പോകുന്നതാണ്. വിപണിയിൽ ഏകദേശം 1.5 ലക്ഷത്തോളം വിലയുള്ള MDMA ആണ് ഇപ്പോൾ ഈ വലിയതുറ സ്വദേശിയുടെ വാടക വീട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ എവിടെ നിന്നാണ് ഈ വാങ്ങിയത്, ഇത്രയും ഈ 40 ഗ്രാം MDMA വാങ്ങിയത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വിശദമായ പരിശോധന നടക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അനുപമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.